അമ്പയർ ഡാരൽ ഹാർപ്പർ അത് ശരിയാണ് എന്ന് എങ്ങനെയൊക്കെ പ്രൂവ് ചെയ്താലും അദ്ദേഹത്തിന് രക്ഷപ്പെടാനാവാത്ത മറ്റൊരു കാര്യം അവിടെയുണ്ട്. ഈ വിവാദങ്ങളിൽ മുങ്ങിപ്പോയ സംഭവം. ഷോർട്ട്ലി ബിഫോർ ദ വിക്കറ്റ് ഡിസിഷൻ ആ ടെസ്റ്റിലെ രണ്ടാമത്തെ ഇന്നിംഗ്സിലായിരുന്നെങ്കിൽ ആദ്യ ഇന്നിംഗ്സിൽ മികച്ച ഇന്നിംഗ്സ് കളിച്ചുകൊണ്ടിരുന്ന സച്ചിനെ പുറത്താക്കിയതും ഒരു തെറ്റായ ഡിസിഷനിലൂടെ ഹാർപ്പർ തന്നെയായിരുന്നു എന്നതാണ്. ഷെയ്ൻ വോണിന്റെ ബോൾ ഷോർട്ട് ലെഗിൽ ലാംഗർ ക്യാച്ച് എടുത്താണ് സച്ചിൻ ആ മത്സരത്തിൽ ആദ്യ ഇന്നിംഗ്സിൽ ഔട്ടായത് എന്ന് പറഞ്ഞിരുന്നു. എന്നാൽ അത് സച്ചിന്റെ ബാറ്റിലല്ല പാഡിൽ ഉരഞ്ഞാണ് ക്യാച്ച് ആയത്. ക്രിക്കിൻഫോ തങ്ങളുടെ മാച്ച് റിപ്പോർട്ടിലും ഇക്കാര്യം പരാമർശിച്ചിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഈ ടെസ്റ്റിലെ 2 ഇന്നിംഗ്സിലും പിന്നീടുള്ള ടെസ്റ്റിലുമെല്ലാം വിവാദ തീരുമാനങ്ങളിലൂടെയാണ് സച്ചിൻ ഔട്ടായത്. 3 ടെസ്റ്റുകളിൽ 3 തവണ. ഓരോ ടെസ്റ്റിന് അവസാനവും ഇരു ടീമിന്റെയും ക്യാപ്റ്റന്മാർ അമ്പയറുടെ പെർഫോമൻസ് അനാലിസിസ് കൊടുക്കുന്ന ഒരു പതിവുണ്ട്. ഇതൊരു രഹസ്യ റിപ്പോർട്ടാണ്. എന്നാൽ ഇന്ത്യൻ ക്യാപ്റ്റൻ സച്ചിൻ തെണ്ടുൽക്കർ ഈ രഹസ്യ റിപ്പോർട്ടിൽ ഹാർപ്പറിന്റെ പെർഫോമൻസിനെ കുറിച്ച് അതൃപ്തികരമായി ഒന്നും രേഖപ്പെടുത്തിയിരുന്നില്ല. പിന്നീട് ICC ഒഫീഷ്യലുകൾ വഴിയാണ് താനിത് അറിഞ്ഞത് എന്നാണ് അന്നത്തെ സംഭവങ്ങളെക്കുറിച്ച് പറഞ്ഞ അഭിമുഖത്തിൽ ഹാർപ്പർ വെളിപ്പെടുത്തിയത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. തനിക്കെതിരെ മത്സരത്തിൽ അമ്പയറുടെ ഭാഗത്തു നിന്ന് തെറ്റായ തീരുമാനമുണ്ടാകുന്നു. അടുത്ത ഇന്നിംഗ്സിൽ വീണ്ടും ഒരു വിവാദ തീരുമാനമുണ്ടാകുന്നു. അവിടെ തർക്കങ്ങൾക്കും വിവാദങ്ങൾക്കും മുതിരാതെ അമ്പയറുടെ തീരുമാനം അംഗീകരിച്ച് അതിനെ ചുറ്റിപ്പറ്റിയുള്ള വിവാദങ്ങൾക്ക് പുറകെ പോവാതെ തനിക്ക് സംഭവിച്ച തെറ്റെന്താണെന്ന് മനസ്സിലാക്കി അതിനെ ഇല്ലാതാക്കാൻ തൊട്ടടുത്ത മണിക്കൂർ മുതൽ കഠിനാധ്വാനം ചെയ്ത് പിഴവുകളെല്ലാം ദൂരീകരിച്ച് അടുത്ത ടെസ്റ്റിൽ ഒരു അതിഗംഭീര ഇന്നിംഗ്സ് കളിച്ച സച്ചിൻ നമ്മളെ പഠിപ്പിക്കുന്ന പാഠങ്ങൾ എന്തൊക്കെയാണ്? ആ പാഠങ്ങളെക്കാൾ എല്ലാം വലിയ പാഠമാണ് 2 തവണ തനിക്കെതിരെ നിന്ന് ആ ടെസ്റ്റ് മത്സരം തന്നെ തൻ്റെ ക്യാപ്റ്റൻസിയിൽ കളിച്ച ഇന്ത്യക്ക് പ്രതികൂലമാക്കിയ ഹാർപ്പറിനെതിരെ മോശമായി ഒന്നും ആ രഹസ്യ റിപ്പോർട്ടിൽ പോലും സച്ചിൻ പറഞ്ഞില്ല എന്നതിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. റോൾ മോഡലാവാൻ, പാഠപുസ്തകമാവാൻ അയാളല്ലെങ്കിൽ പിന്നെ ആര്? സച്ചിൻ എങ്ങനെ ഒരു പാഠപുസ്തകമാകുന്നു, എങ്ങനെ ഒരു റോൾ മോഡലാവുന്നു എന്ന് വിളിച്ചോതുന്ന ചില വസ്തുതകൾ. പ്രതിസന്ധികളെ എങ്ങനെ നേരിടണമെന്നും അവയോട് എങ്ങനെ പ്രതികരിക്കണമെന്നും സച്ചിൻ തന്റെ സ്വതസിദ്ധമായ ശൈലിയിൽ കാണിച്ചു തരുന്ന ചില ഉദാഹരണങ്ങൾ. സച്ചിൻ നേരിട്ടിരുന്ന വേട്ടയാടലുകൾ എത്രത്തോളമാണ് എന്ന് വിളിച്ചോതുന്ന ചില സംഭവ സാമ്പിളുകൾ. ഇതേ ടെസ്റ്റിൽ ആരും ചർച്ച ചെയ്യപ്പെടാതെ ഈ വിവാദത്തിൽ മുങ്ങിപ്പോയ ഒരു മറ്റു പ്രധാനപ്പെട്ട സംഭവം. ഇതെല്ലാമാണ് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്.